ഹായ് ഫ്രണ്ട്സ്, ഐ എം സ്മൃതി സുജീഷ്. വെൽക്കം ടു മൈ ചാനൽ സ്റ്റണ്ണിങ് ടിപ്സ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. ഞാൻ പോയ ഒരു ഹോട്ടലും അവിടുത്തെ ഒരു ഫുഡിൻ്റെ വെറൈറ്റീസും ഒക്കെയാണ് ഈ വ്ളോഗിലുള്ളത്. ഇതിൽ ഞാൻ കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എടുത്തതൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന രീതിയും ഫുഡിൻ്റെ ടേസ്റ്റും ഒക്കെ അടിപൊളിയായതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ അത് ഒരു ചെറിയ വ്ളോഗ് ആക്കാമെന്ന് കൂടി വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അതായത് ഈ വീഡിയോയിൽ കാണുന്നവർ ആരെങ്കിലും കോഴിക്കോട് ഉള്ളവരോ കോഴിക്കോട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു നേരത്തെ ഫുഡ് ഇവിടുന്ന് ആക്കാമല്ലോ. ആരും ഇവിടുന്ന് കഴിച്ചിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ അറിവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ദ ഷാപ്പ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. കണ്ടില്ല, അത്ര ആർഭാടമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. സിമ്പിളായിട്ടാണ് അവർ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ബോർഡിൽ ബ്ലാക്ക് ലെറ്റേഴ്സായിട്ട് എഴുതിയിട്ട് ഒരു പഴമ തോന്നിക്കുന്ന രീതിയിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഷാപ്പ് കേട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറി വരണ്ട കേട്ടോ. ഇവിടെ പേരിനനുസരിച്ചുള്ള സാധനമൊന്നും കിട്ടില്ല. അകത്തേക്ക് കയറിയാൽ കുറച്ച് സ്റ്റെപ്പ് കയറണം. മുകളിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. കയറി ചെന്നാൽ നിങ്ങൾക്ക് കാണാം അവിടെ മൊത്തം പല കളറുകളിലുള്ള എന്താ അതിന് പറയുക, സ്റ്റിക്കി നോട്ട്സ് ഇല്ലേ, അത് ഒട്ടിച്ച് വെച്ചതായിട്ട് കാണാം. ഈ ഫോട്ടോ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല, അതാണ് സംഭവം. വെറുതെ ഒട്ടിച്ചതല്ല. അത് ഫുള്ളും അവിടെ വന്ന് ഫുഡ് കഴിച്ചവരുടെ റിവ്യൂസാണ് കേട്ടോ. തിരക്കായതുകൊണ്ട് അവിടെ ഒരു 15 മിനിറ്റ്സ് ഞങ്ങൾ അവിടെ പോസ്റ്റായി. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇരിക്കാനുള്ള നല്ല സീറ്റൊക്കെ കിട്ടി. അവിടുത്തെ സെറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഒരു പഴമ നിറഞ്ഞ ഫീലായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് അവിടുത്തെ ടിഷ്യൂ പേപ്പർ സ്റ്റാൻഡ്. അടിപൊളിയല്ലേ, ഒരു വെറൈറ്റി. ഇതാണ് മെനു കാർഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്ളോഗ് ചെയ്യണമെന്ന ചിന്തയോടെ എടുത്തതല്ല ഈ ഫോട്ടോസ് ഒന്നും. സോ ഇതിൻ്റെ അകത്തെ മെനു ലിസ്റ്റ് ഒന്നും ഫോട്ടോസ് എടുത്തിട്ടില്ല. മെനു കാർഡിൽ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി തീം വെച്ചിട്ടാണ് ഇവിടെ എല്ലാതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. കോട്ടയത്ത് നിന്നും കുറ്റിയും പറിച്ചു പോന്ന പാപ്പി കോഴിക്കോട് വന്നൊരു ഹോട്ടൽ തുടങ്ങി. കറികളും രുചിയും കൊണ്ട് ആളുകൾ അതിനെ ഷാപ്പ് എന്ന് വിളിച്ചു. ഷാപ്പ് എന്ന് കേട്ട് സെൻസർ ചെയ്യാൻ വരട്ടെ. സാധനമൊന്നും കിട്ടത്തില്ല, പക്ഷേ സമാധാനം കിട്ടും. ബീച്ചിൻ്റെ കാറ്റും കൊണ്ട് ഇച്ചിരി കപ്പയും കറിയും കഴിച്ചാൽ ഈ ലോകത്ത് എന്തിനാണ് സമാധാനമില്ലാത്തത്? അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും വരണം. പാപ്പി റെഡിയാണ്, തെക്കിൻ്റെ തക്കാരവുമായി. ഇത് ഈ ഷാപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇവിടുത്തെ മാനേജറാണെന്ന് തോന്നുന്നു. അവിടെ ടീഷർട്ടിൽ അയാളുടെ നെയിമായിട്ട് എഴുതി വെച്ചത് മിസ്റ്റർ പാപ്പി എന്നായിരുന്നു. എന്നാൽ നമുക്ക് ഫുഡിലേക്ക് പോകാം. ആദ്യം വെൽക്കം ഡ്രിങ്ക് ആണ്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത് മിൻലൈം സോഡ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, അത് അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് വാങ്ങിയത് ഈ സാധനമാണ്. പേരെന്താണെന്ന് ഓർമ്മയില്ല, പക്ഷേ കപ്പയാണ്. കപ്പയുടെ മുകളിൽ 1-2 തരത്തിലുള്ള ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് എടുക്കാൻ പാകമായിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്കെന്തോ മിക്സ്ചർ പോലെ വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രുചിയും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും വേണ്ട ഡ്രിങ്ക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയത് ഇറച്ചി കപ്പയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിയ ഒരു ഐറ്റം ആയിരുന്നു കോഴി ചതച്ച് കൂട്ടിയത് എന്നാണ് ഈ ഐറ്റത്തിൻ്റെ പേര്. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് മോഷ്ടിച്ചതാണ് ഈ ഫോട്ടോ. കിടല ഐറ്റമാണ് കേട്ടോ. പിന്നെ ഒരു ഫിഷ് ഫ്രൈ വാങ്ങി. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഐറ്റം ആയിരുന്നു ഇത്. സോറി, പേര് മറന്നുപോയി. ബീഫാണ് സംഭവം. കിടിലൻ സാധനമായിരുന്നു കേട്ടോ.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ട് തരത്തിലുള്ള ജ്യൂസ് വാങ്ങിച്ചു. രണ്ടിൻ്റെയും പേരും സെർവിങ്ങും വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഒന്ന് ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ്, രണ്ട് ഐ സി യു എന്ന് കേട്ടിട്ട് ഞെട്ടണ്ട, അതാണ് സംഭവം. രണ്ട് ജ്യൂസുകളുടെ മിക്സാണ്. കിവി ജ്യൂസും ഗ്രേപ്പ് ജ്യൂസും അടിപൊളിയാണ് കേട്ടോ. ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എന്തിൻ്റെയൊക്കെ മിക്സാണെന്ന്. അതിൻ്റെ സെർവിങ്ങിലാണ് വെറൈറ്റി. ഏതായാലും കോഴിക്കോട് ബീച്ചിലെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരാത്തവർ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. എന്നാൽ അടുത്ത വീഡിയോയുമായി വരും വരെ ബൈ ബൈ.